പല തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡ്രാമാസ് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അധികം എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മൂവിയാണ് കോൺക്ലേവ്. ഞാൻ ഈ ഒരു മൂവി തിയേറ്ററിലാണ് കണ്ട. കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് ഡിമാൻഡഡ് മൂവിയും കൂടിയായിരുന്നു കോൺക്ലേവ്. കാരണം ഫസ്റ്റ് സ്ക്രീനിങ് ഞാൻ പോയി, ബുക്കിംഗ് കിട്ടിയില്ല, ക്യൂ നിന്നു, സീറ്റും കിട്ടിയില്ല. ആൻഡ് സെക്കൻഡ് ടൈം എനിക്കൊന്ന് ഏകദേശം 2-2.5 മണിക്കൂർ നിന്നിട്ടാണ് സീറ്റ് കിട്ടിയത്. അത് ഒട്ടും വേസ്റ്റ് ആയില്ല. കാരണം ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ഈ മൂവി സംസാരിക്കുന്ന കോൺസെപ്റ്റ് ആയാലും അല്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ എസ്പെഷ്യലി എടുത്തു പറയണം. കാരണം ഓരോ സീക്വൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് ഒരു കാണിക്കുന്ന ക്യാരക്ടേഴ്സും അവിടുത്തെ ഇവന്റ്സും ഇവർ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസും ഇവരെടുക്കുന്ന ഓരോ ഡിസിഷൻസും അത് കണക്ട് ചെയ്ത് വരുന്ന മറ്റുള്ള ഇവന്റ്സും അതൊക്കെ അടിപൊളിയായിട്ടാണ് സിനിമയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് റോമിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പോപ്പ് മരിച്ചുപോയി. സോ അടുത്തൊരു പോപ്പിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഇലക്ഷൻ നടക്കുകയാണ്. ആ ഒരു ഇലക്ഷനുള്ള ഇവന്റ്സും അല്ലെങ്കിൽ ആ ഇലക്ഷൻ എങ്ങനെയാണ് ഇവർ നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്, അതാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഒരു ഇലക്ഷൻ എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പുറത്ത് ആർക്കും അറിയത്തില്ല ഇതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്. ആ ഒരു ബിൽഡിംഗിന്റെ അകത്ത് കുറെ ഫാദേഴ്സ് വരും, അവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യും, ആ ഒരാളെ സെലക്ട് ചെയ്യും. പക്ഷെ അതിന്റെ അകത്തുള്ള പ്രൊസീജിയേഴ്സും അത് എങ്ങനെയാണ് നടത്തുന്നത് അല്ലെങ്കിൽ അത് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല ഇതൊരു ഇലക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കുറച്ച് ഡേയ്സ് എടുക്കും. ഓരോ ഡേയ്സും ഓരോ റിസൾട്ട്സ് ആയിരിക്കും. ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നവർ ചിലപ്പോൾ നാളെ സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല, അല്ലെങ്കിൽ അതിൽ ഒരുപാട് ഡിഫറൻസ് വരാം. ഇങ്ങനത്തെ ഒരു ലോങ് പ്രോസസ് ആണ് ഈ പോപ്പിന്റെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇലക്ഷൻ കവർ ചെയ്യാൻ മീഡിയാസ് അലോഡ് അല്ല. പക്ഷെ എങ്ങനെയാണ് ഇത് പുറം ലോകം അറിയിക്കുന്നത് ചോദിച്ചാൽ അവിടെ ഒരു ടണലുണ്ട്, ഒരു സ്മോക്ക് ടണലുണ്ട്. അവിടെ വൈറ്റ് സ്മോക്ക് വന്ന പോപ്പിനെ സെലക്ട് ചെയ്ത്, അവിടെ ബ്ലാക്ക് സ്മോക്ക് വന്ന പോപ്പിനെ സെലക്ട് ചെയ്തിട്ടില്ല. ഇതാണ് അവിടുത്തെ ഒരു എന്താ പറയുക സിസ്റ്റം ആൾക്കാരെ അറിയിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ഇവന്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടെംപ്ലേറ്റിൽ നിന്ന് നേരെ ഡിഫറെന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഒരു ക്ലോസ്ഡ് സ്പേസിൻ്റെ അകത്ത് അടച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ പുറലോകം അറിയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറലോകത്തുള്ള ആരും അറിയാൻ പാടില്ല. സോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഇലക്ഷനും ആ ഒരു പൊളിറ്റിക്സ് ആണ് ഈ ഒരു മൂവിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഇലക്ഷനുള്ള ഫാദേഴ്സ് ഉണ്ടല്ലോ, അതായത് അടുത്ത പോപ്പ് ആവാൻ വേണ്ടി വരുന്ന ഇവർ വന്നതിന് ശേഷം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഇവർക്ക് ഓരോരുത്തർക്ക് ഓരോ റൂമുണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരാളെ പോയി ഓക്കെ ഇയാൾക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇയാളെ ജയിപ്പിക്കണം അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പാടില്ല. ഇവരെ മൊബൈൽ ഫോൺസ് അവിടുത്തെ ആൾക്കാർ വാങ്ങി വെക്കും. ഇങ്ങനത്തെ ഒരുപാട് റിസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. ആൻഡ് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ആരാണ് അടുത്ത പോപ്പ്. ഈ ഒരു സിനിമയുടെ എൻ്റെ സ്റ്റോറി അത് തന്നെയാണ്, ആരാണ് അടുത്ത പോപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷൻ എങ്ങനെ നടക്കുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുമെങ്കിൽ പോലും ആ ഒരു എൻഡ് വരെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് തന്നെ കൊണ്ടുവരിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരും അടുത്ത പോപ്പാനായിട്ട്. പക്ഷെ അതിന് ഇലക്ഷൻ നിൽക്കണമെങ്കിൽ തന്നെ അവരുടെ ബാക്ക് സ്റ്റോറിയും അവരുടെ പാസ്റ്റ് ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കണം, അല്ലാതെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ല. ഒരു പോയിന്റിൽ ഇവർ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചില പ്രശ്നം ഉണ്ടാവാം, അപ്പോൾ തന്നെ അവർ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ഇവർ ഫേസ് ചെയ്യും. പിന്നീട് നടക്കുന്ന ഓരോ ഇവന്റ്സും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇലക്ഷൻ മോഡൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിന്റെ അവസാനം എന്താണ് നടക്കുന്നത്, ഒരു പോപ്പിനെ സെലക്ട് ചെയ്തോ ഇല്ലേ, സെലക്ട് ചെയ്ത പോപ്പ് ഓക്കെ ആണോ, പാസ്റ്റ് ഒക്കെ ക്ലിയർ ആണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കും. ആൻഡ് ടുവേർഡ്സ് ക്ലൈമാക്സിലോട്ട് പോകുവാണെങ്കിൽ തന്നെ ക്ലൈമാക്സ് ആയാലും ശരി, ആ ഒരു മൂവിയുടെ തേർഡ് ആക്ട് ആയാലും അവിടെയൊക്കെ റിവീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ ലെവലാണ്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇതേ ആയിട്ട് നമ്മുടെ ഇവിടെ നാട്ടിൽ ചെയ്യുവാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പം റീസെന്റ് തന്നെ ഇതുപോലത്തെ ക്രിസ്ത്യാനിറ്റീനെ വെച്ച് വന്ന ചില മൂവീസും ചില കോൺസെപ്റ്റ് ഒക്കെ തന്നെ ഒരുപാട് ചർച്ചയായി. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മൂവിയിൽ ഒരു കോൺസെപ്റ്റ് സംസാരിക്കുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറിയ കാര്യമൊന്നുമല്ല. പോപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഫേമസ് ആണ്. സോ ആ ഒരു പൊസിഷന് വേണ്ടി നടക്കുന്ന ഇലക്ഷനിൽ നടക്കുന്ന ഇവന്റ്സും അല്ലെങ്കിൽ അവർ ആ ഒരു ഇലക്ഷൻ ഒരാളെ ചൂസ് ചെയ്തതിന് ശേഷം പിന്നീട് അവർ അറിയുന്ന കുറെ കാര്യങ്ങളും അല്ലെങ്കിൽ അവർ റിവീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ കിളി പോകും. ആ രീതിയാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡ് എടുത്തു പറയേണ്ടതാണ്. അടിപൊളിയായിരുന്നു. കാരണം മൂവിയുടെ സ്റ്റോറി ഇത്ര സിമ്പിൾ ആണ്, ഒരു ഇലക്ഷൻ ആണ് ഓക്കെ. പക്ഷെ അതിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, ഓരോ കാര്യം ഇത്ര മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ആ ഒരു ടെക്നിക്കൽ സൈഡും കൂടി നല്ല രീതിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ സിനിമാറ്റോഗ്രാഫി ആയാലും ശരി, എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയാണ്. മ്യൂസിക് എസ്പെഷ്യലി എടുത്തു പറയണം. ചില ഏരിയാസിൽ ഡയലോഗ്സ് പോലും കാണത്തില്ല. ഒരു ടേബിളിൽ ഒരുപാട് പ്രീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുമായിരിക്കും, ഇലക്ഷൻ ടൈം ആയിരിക്കും. പക്ഷെ അവിടെ വരുന്ന ഒരു മ്യൂസിക് ആ ഒരു എൻ്റയർ സീൻ അപ്ലിഫ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടല്ലോ മാൻ, അത് വേറെ ലെവലാണ്. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്തു പറഞ്ഞാൽ കേട്ടോ കിടിലാണ്. റാഫേൽ ആയാലും ശരി, സ്റ്റാൻലി ആയാലും ശരി, എല്ലാവരും പൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. പോപ്പിനെ സെലക്ട് ചെയ്യുന്ന ഇലക്ഷൻസ് ഒക്കെ റോമിൽ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. സോ ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.